പട്ടിക കൊണ്ടടിച്ചു എന്ന് പോലീസുകാർക്ക് പോലും തെളിയിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? പോലീസുകാർക്ക് പോലും അങ്ങനെ അറിവില്ലല്ലോ. ഇപ്പൊ സെഷൻസ് കോടതി, താങ്കൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് സമരമാണെങ്കിൽ സെഷൻസ് കോടതി എന്താ ചോദിച്ചത്? നിങ്ങൾ അതിന് വിഷ്വൽ ഹാജരാക്കാൻ കഴിച്ചില്ലല്ലോ. നിങ്ങളോട് എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചു. ഒരു പോലീസുകാരുടെ കൈക്ക് പരിക്ക് പറ്റി എന്നാണ് അവരുടെ വാദം. സെഷൻസ് കോടതി ചോദിച്ചു, നിങ്ങൾ ആ എക്സ്റേ എടുക്കാൻ ശുപാർശ ചെയ്ത് തന്നെ കത്തുമായിട്ട് വന്നു, ആ എക്സ്റേ ഒന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ഇപ്പോഴും ആ ഫിലിം കിട്ടിയിട്ടില്ല. ആദ്യം ഫിലിമുമായിട്ട് വരട്ടെ. അല്ല, കയ്യിൽ മരവടികളല്ലല്ലോ. മരവടികളുമായിട്ടൊന്നും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. കയ്യിൽ മരവടികളുമായിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ സമരം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ആയുധം ഞങ്ങളുടെ കൊടിയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പതാകയാണ് ഞങ്ങളുടെ ആയുധം. പറയട്ടെ, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ അഭിനവ ദുശാസനന്മാരെ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യാപകമായി വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുക ഒറ്റപ്പെട്ട സംഭവമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷിബിന എന്ന് പറയുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ അവളുടെ ചുരിദാർ വലിച്ചു കീറാണ്. അവിടെ വെച്ച് അവസാനിച്ചോ? ആലപ്പുഴയിലെ സമരത്തിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റൊരു ഉപാധ്യക്ഷ അരിതയുടെ വസ്ത്രം വലിച്ചു കീറാണ്. കണ്ണൂരിൽ സമരം നടത്തുമ്പോൾ റിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുടിയുമേ ചവിട്ടുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തൽക്കാലം നന്നായി തന്നെ നേരിടുക. കാരണം ഞങ്ങളുടെ പെങ്ങന്മാരാണ്. അത്തരത്തിലുള്ള പോലീസുകാരെ ഞങ്ങൾ പ്രതിരോധിക്കും. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞങ്ങൾ അതിന് കൊടുക്കുന്ന പേര് ഞങ്ങളുടെ പെങ്ങന്മാരെ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിന് ഇഷ്ടമുള്ള പേര് കൊടുത്തു. അതിനകത്ത് ഒരു പശ്ചാത്താപവും ഇല്ല. മരവടിയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അമിതമായി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്ലെക്സ് ബോർഡുകൾ അത് വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. പ്രതിരോധിക്കണ്ടേ? മനുഷ്യന്മാരല്ലേ. പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തലക്കടിക്കാൻ ഏത് പോലീസുകാരുടെ റൈറ്റ് ഉള്ളത്? പോലീസ് നിയമം വിട്ട് പെരുമാറിയാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. നിയമപരമായി പോലീസ് പെരുമാറിയാൽ ഞങ്ങൾ പ്രതിരോധിക്കില്ല, നിയമത്തെ അനുസരിക്കും. അതാണ് കൃത്യമായി പറഞ്ഞത്. ഞങ്ങളുടെ പെങ്ങന്മാരുടെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞങ്ങൾ ചോദിക്കും, പ്രതിരോധിക്കും. അതിനിയും ഏതെല്ലാം ഓഡിറ്റ് ഉണ്ടായാലും, ഏതെല്ലാം വിചാരണകൾ ഉണ്ടായാലും, എന്ത് നടപടി ഉണ്ടായാലും ഞങ്ങൾ